തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നല്ല വാക്ചാതുര്യം മാത്രം മതിയെന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റ്. കാരണം ഇന്നത്തെ കാലത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് ശരിക്കുമൊരു യുദ്ധം തന്നെയാണ്. അത് ജയിക്കുന്നത് ഡേറ്റായും കണിശമായ പ്ലാനിങ്ങും കൊണ്ടാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ പയറ്റിയ ഒരു യഥാർത്ഥ യുദ്ധതന്ത്രമാണ്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിനു വേണ്ടി തയ്യാറാക്കിയ ഒരു രഹസ്യ റിപ്പോർട്ടാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഒരു ഇലക്ഷൻ ശരിക്കും ജയിക്കുന്നത്? വാ, നമുക്ക് ഈ രാഷ്ട്രീയ പരീക്ഷണശാലയുടെ ഉള്ളിലേക്കൊന്ന് എത്തിനോക്കാം. ശരി, നമുക്ക് തുടങ്ങാം. ഈ കഥയുടെ കേന്ദ്രം കാഞ്ഞിരപ്പള്ളിയാണ്. എന്തുകൊണ്ടാണ് കാഞ്ഞിരപ്പള്ളി ഇത്ര സങ്കീർണമായൊരു രാഷ്ട്രീയ പോർക്കളമാകുന്നത്? നമുക്ക് നോക്കാം. ഏതൊരു ഇലക്ഷൻ തന്ത്രത്തിന്റെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? അവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് അനുസരിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ ഏകദേശം 46% ഹിന്ദുക്കളും 39% ക്രിസ്ത്യാനികളും പിന്നെ ഒരു 14% മുസ്ലിംകളുമാണുള്ളത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സാമൂഹിക ഘടനയുടെ ബേസ് എന്ന് പറയുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവിടുത്തെ വോട്ടിംഗ് രീതി ആകെ മാറിയിട്ടുണ്ട്. ബിജെപിയുടെ വോട്ട് ഷെയർ കുത്തനെ കൂടി. ഇതോടെ സംഭവം ഒരു കിടിലൻ ത്രികോണ മത്സരമായി മാറി. അതുകൊണ്ട് തന്നെ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോ ഈ തന്ത്രങ്ങളുടെയെല്ലാം കാതൽ എന്താണെന്നറിയോ? വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഡേറ്റ വെച്ച് കണ്ടുപിടിക്കാം. കാരണം സിമ്പിളാണ്. ആളുകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ തൊടാതെ ഒരു ഇലക്ഷനും ജയിക്കാൻ പോകുന്നില്ല. ഇവിടെയാണ് നമ്മൾ പറയുന്ന ഡേറ്റയ്ക്ക് ഒരു ജീവൻ വരുന്നത്. ചിറക്കടവ് പഞ്ചായത്തിൽ നിന്നുള്ള ഈ ഒരു പരാതി കേട്ടു നോക്കൂ. ഇത് വെറുമൊരു കണക്കല്ല അല്ലേ? ആളുകൾ ദിവസവും അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ ഈ പരാതി നോക്കൂ. റോഡിന്റെ അവസ്ഥ മോശമാണെന്ന്. ഇതുപോലത്തെ ചെറിയ പക്ഷെ വളരെ പ്രധാനപ്പെട്ട പ്രാദേശിക പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് അവസാനം വോട്ടായി മാറുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ റിപ്പോർട്ട് പ്രകാരം വോട്ടർമാരുടെ പ്രധാന തലവേദനകൾ ഇതൊക്കെയാണ്: വിലക്കയറ്റം, ഗൾഫീന്ന് തിരിച്ചു വന്നവർക്ക് ജോലിയില്ലാത്തത്, പിന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം, റോഡും പാലുമില്ലാത്ത അവസ്ഥ. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം ക്ലിയറാണ്: ആളുകൾക്ക് വെറും സഹായങ്ങൾ മാത്രം പോരാ, അവർക്ക് വേണ്ടത് ജോലിയാണ്. ഓക്കെ, അപ്പൊ വോട്ടർമാരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എതിരാളികളെപ്പറ്റി പഠിക്കുകയാണ്. അവരുടെ ശക്തിയും ദൗർബല്യവും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെയാണ് കളി ശരിക്കും മുറുകുന്നത്. നോക്കൂ, ഒരു സൈഡിൽ സിറ്റിംഗ് MLA, 3 തവണ ജയിച്ച ഭരണത്തിന്റെ എല്ലാ പിൻബലവുമുള്ള ആൾ. മറുഭാഗത്തോ താഴെത്തട്ടിൽ നല്ല സ്വാധീനമുള്ളൊരു പ്രാദേശിക നേതാവ്. അപ്പോ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടും? ഇതായിരുന്നു UDFന് മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇനി നമ്മൾ വരുന്നത് ഈ മുഴുവൻ പ്ലാനിന്റെയും തലച്ചോറിലേക്കാണ്. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും വെല്ലുവിളികൾക്കുമുള്ള ഒരു ഒറ്റമൂലി പോലെയാണ് അവർ ചതുർമുഖ എന്നൊരു തന്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോ എന്താണ് ഈ ചതുർമുഖ തന്ത്രം? വളരെ സിമ്പിളാണ്. ഒരേ സമയം 4 വ്യത്യസ്ത രീതികൾ ഉപയോഗിച്ച് എതിരാളികളെ നേരിടുക, വോട്ടർമാരെ കൂടെ നിർത്തുക. ഇതിൽ ആക്രമണമുണ്ട്, സ്ഥിരതയുണ്ട്, പുതിയ ആശയങ്ങളുണ്ട്, സംരക്ഷണവുമുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മുഖം ശിവന്റെയാണ്, അതായത് അറ്റാക്ക്. എതിരാളികളുടെ ഭരണപരാജയങ്ങൾ, പാലിക്കാത്ത വാഗ്ദാനങ്ങൾ, ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ പ്രതിരോധത്തിലാക്കുക. അതാണ് ലക്ഷ്യം. രണ്ടാമത്തെ മുഖം വിഷ്ണുവിന്റേതാണ്. ഇത് സ്റ്റെബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഞങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്, ഞങ്ങൾ വന്നാൽ നാട്ടിൽ സമാധാനമുണ്ടാകും എന്നൊരു ഉറപ്പ് വോട്ടർമാർക്ക് കൊടുക്കുക. മൂന്നാമത്തേത് ബ്രഹ്മാവിന്റെ മുഖം. ഇത് പുതിയ ഐഡിയാസിന്റേതാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെയും പുതിയ വോട്ടർമാരെയും ആകർഷിക്കാൻ വേണ്ടി ഭാവിയെക്കുറിച്ചുള്ള നല്ല ഫ്രഷായ ആശയങ്ങളും പദ്ധതികളും മുന്നോട്ട് വയ്ക്കുക. നാലാമത്തേതും അവസാനത്തേതുമായ മുഖം ദുർഗയുടേതാണ്, സംരക്ഷണം. സമൂഹത്തിലെ സ്ത്രീകളും കർഷകരും ന്യൂനപക്ഷങ്ങളും അങ്ങനെ സഹായം ആവശ്യമുള്ളവരുടെ അവകാശങ്ങൾക്കും ക്ഷേമത്തിനും വേണ്ടി ഒരു പരിച പോലെ ഞങ്ങളുണ്ടാകും എന്നൊരു ശക്തമായ സന്ദേശം കൊടുക്കുക. ഓക്കേ, അപ്പൊ ഈ വലിയ തിയറിയൊക്കെ കൊള്ളാം. പക്ഷെ ഇതെങ്ങനെയാണ് ഗ്രൗണ്ടിൽ വോട്ടായി മാറുന്നത്? നമുക്ക് നോക്കാം. ഇവിടെയാണ് മൈക്രോ ടാർഗറ്റിംഗ് വരുന്നത്. അതായത് ഓരോ തരം വോട്ടർമാർക്കും ഓരോ തരം മെസ്സേജ്. എല്ലാവർക്കും ഒരേ വാഗ്ദാനം കൊടുക്കുന്നതിന് പകരം യുവാക്കൾക്ക് ജോലിയെക്കുറിച്ച്, സ്ത്രീകൾക്ക് ആരോഗ്യത്തെക്കുറിച്ച്, കർഷകർക്ക് താങ്ങുവിലയെക്കുറിച്ച്, അങ്ങനെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ എന്താണോ അതിനെ നേരിട്ട് അഡ്രസ് ചെയ്യുക. ഇതാണ് രീതി. ഇനി ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി
റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്ന 3 മെഗാ പ്രോജക്റ്റുകൾ നോക്കൂ. 1. എല്ലാവർക്കും കുടിവെള്ളം. 2. എല്ലാ റോഡുകളും ടാർ ചെയ്യും. 3. യുവാക്കൾക്ക് വേണ്ടി പുതിയൊരു ടെക് പാർക്ക്. അതായത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന 3 പ്രധാന കാര്യങ്ങൾ. അപ്പോ ഇത്രയധികം ഡേറ്റ, ഇത്രയും കിടിലൻ തന്ത്രങ്ങൾ, എല്ലാം ശരി തന്നെ. പക്ഷെ ഒരു ചോദ്യം ബാക്കിയുണ്ട്, അല്ലേ? ഇങ്ങനൊരു പെർഫെക്റ്റ് പ്ലാൻ കൊണ്ട് മാത്രം ജനങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ ഹൃദയം നേടാൻ പറ്റുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകേണ്ടത് നമ്മളല്ല, വോട്ടർമാരാണ്.